ഒരുപാട് സുഹൃത്തുക്കൾ ശാരീരികമായിട്ട് വളരെ അവശതയോടെ കഴിയുന്നവരുണ്ട്. ശാരീരികമായിട്ട് അവശത എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടും ജീവച്ഛവമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ടല്ല, അത് രോഗമായി തീരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ആ രോഗമായിട്ട് തീരുന്ന അവസ്ഥേനെ അതിന് കൃത്യമായിട്ട് ചികിത്സ കൊടുത്താലും അതിനൊരു ഫലമില്ലാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അദ്ദേഹത്തിന് തന്നെ ആശയക്കുഴപ്പങ്ങളായിരിക്കും. സാധാരണ ഡോക്ടർമാർ അതിന് വേണ്ട ചികിത്സകളൊക്കെ കഴിഞ്ഞ് അവർക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന് കണ്ടാൽ മറ്റ് ഡോക്ടേഴ്സുമായിട്ട് അവരൊക്കെ ഒരു ആശയവിനിമയം നടത്തുന്നവർ എന്നിട്ട് ഏകദേശം നല്ല ഇതിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചെയ്യുക, അങ്ങനെ ചർച്ചകൾ ചെയ്യും എന്നാണ് അറിവ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ ചികിത്സയിൽ നിന്ന് വിട്ടിട്ട് രോഗിക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ സുഖമാവും, വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ദുരിതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം കാണില്ല, ഡോക്ടർ പറയും ഒരു പ്രശ്നമില്ലല്ലോ, അവർക്ക് ഈ മരുന്ന് കൊടുത്തു, അത് കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് വൈറ്റമിൻ ഗുളിക കൊടുത്തു. എന്നാലും എന്താണ് രോഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് തോന്നലാണ്, നിങ്ങൾ മാനസികമായിട്ടുള്ള എന്തോ തകരാറാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഈ ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥതയോട് കൂടിയിട്ട് ഇരിക്കാനോ കിടക്കാനോ പറ്റില്ല. ആ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ചിലപ്പോൾ സുഖമായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അങ്ങനത്തെ വീടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന പരിഹാരങ്ങൾ ചെയ്തു, ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ചാത്തൻ്റെ അവിടെ അത് കൊടുത്തു, ഇവിടെ വേറെ ചാത്തൻ്റെ അവിടെ കൊടുത്തു, ഇവിടെ പുറത്ത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, കർമ്മങ്ങൾ ചെയ്തു, ആവാഹിച്ചു മാറ്റി, അങ്ങനെ പല കഥകളും അവർ പറയും. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടും സുഖമാകാത്തൊരവസ്ഥകളുണ്ടായിരിക്കും. അത്തരം അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ചില കർമ്മികൾക്ക് വരെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ അല്ലെ വിഷമങ്ങൾ സഹിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവുന്നതാണ്. ഒരു കർമ്മിയും മിക്കവാറും, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, മിക്കവാറും കർമ്മികളും ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമത്തെ തീർത്തു കൊടുക്കണം 100% താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പൊ ചിലവരെന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അറിയില്ലെങ്കിലും അവര് എന്താന്ന് പറഞ്ഞൊക്കെ ശരിയാക്കി തരുന്നത്, അല്ലെങ്കിൽ ഒക്കെ ശരിയാവും, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിലാവും, ചിലപ്പോൾ അവരും ആവും എന്ന് വിചാരിച്ചിട്ടാവും പറയണ്ടാകുക, പക്ഷെ ഒരു ഫലം ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ അറിയുന്ന ആളുകളും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താലും ചിലതൊക്കെ സക്സസ് ആവാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് പറഞ്ഞാല് അവർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാകില്ല. ഒരു വ്യക്തിക്ക് അതൊരു ഡോക്ടറായാലും ശരി, കർമ്മിയായാലും ശരി, നമ്മൾ ചെയ്തൊരു പണി നന്നായി കഴിഞ്ഞാൽ ഒരാളും അറിയില്ല, ഒരാളോടും പറയില്ല. ആ സമയം അതൊരു മോശമായിരിക്കുക, അത് വിജയിച്ചില്ല എന്നിരിക്കുക, അത് 100 ചെവിയിലെത്തും. ഇന്ന സ്ഥലത്ത് പോയി ഇന്നാളിന്നമാരി അങ്ങനെ പറയും. ആ സമയം നന്നായാലോ ഒരു മനുഷ്യനോട് ഒരാളും അറിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നത്, അപ്പോ രോഗങ്ങള് ആ രോഗങ്ങളാകാനായിട്ട് ചില പ്രാർത്ഥനകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ശത്രുദോഷങ്ങളെ കൊണ്ടോ ആഭിചാര പ്രവൃത്തികളെ കൊണ്ടോ അത് രോഗങ്ങളായിട്ട് തിരിയാറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ നവഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഈ അമാവാസിക്ക് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വളരെയധികം ശ്വാസമുട്ടുണ്ടാകുന്ന പറയാം. തണുപ്പ് അടിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ശ്വാസമുട്ടിന്റെ ബുദ്ധിമുട്ട് അലർജി ഉള്ളവർക്കൊക്കെ കൂടുതൽ വിമിഷ്ടം ഉണ്ടാകും, കൂടുതൽ അലർജി ഉണ്ടാകുന്ന മറ്റേ ശ്വാസമുട്ടുണ്ടാകുന്നവരാണ്. ആ ചന്ദ്രന്റെ മാറ്റം കൊണ്ട് പല ശരീരം ആണെങ്കിൽ വാതരോഗങ്ങൾ, കൈക്കാൽ കോച്ച് പിടിക്കുക, അത് മറ്റേ ഗുളികന്റെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ കൈക്കാലൊക്കെ കോച്ച് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ചാത്തനോ ചൊവ്വയോ കാഴോ ഇത്യാദി സ്ഥലങ്ങളിലെ മൂർത്തികളിലൊക്കെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അവർ വളരെയധികം നശിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയണത്. അപ്പൊ കൈക്കാലൊക്കെ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ വരിക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം, ഉറക്കമുണ്ടാകില്ല, അത് പിച്ചും പേയൊക്കെ വിളിച്ച് പറയാം. ദിവസങ്ങളോടെ ഉറങ്ങാണ്ട് കിടക്കുമ്പോൾ എങ്ങനെയാ, കുറേ നാളുകൾ ഉറങ്ങാണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നോക്കാൻ വരുമ്പോൾ പറയും, ഞാൻ ഇത്ര മാസങ്ങളായി ഉറങ്ങാറില്ല, വെറുതെ കണ്ണും വിളിച്ച് കിടക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ
മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ വരാൻ കൂടുതലാണ്, രോഗങ്ങളുണ്ടാകും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം അതേപോലെ ഇപ്പോൾ അരയ്ക്കുന്ന അങ്ങോട്ട് തളർന്ന് എണീക്കാൻ പറ്റില്ല ആൾക്ക്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലെടുത്ത് വെക്കുമ്പോഴേക്കും അവർക്ക് തലവേദന തുടങ്ങും, ശരീരമൊക്കെ മൊത്തം പിടിച്ച് അമർത്തുന്ന മാതിരി തോന്നും, പല കാര്യങ്ങൾ തോന്നാറുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തു പോയാലോ അവർക്ക് സുഖമായിരിക്കും. അങ്ങനെ എന്താ ചിന്തിക്കുമ്പോൾ ഈ വീട്ടിൽ ഇതിപ്പോൾ ചിലപ്പോൾ പഴയ വീടായിരിക്കാം, ഒന്നാലെ കൈമാറി വന്നിട്ടുള്ളതായിരിക്കാം, അത് വിറ്റ് മേടിച്ചു അങ്ങനെ കൈമാറി വന്നതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ കുളമായിരിക്കാം, കിണറായിരിക്കാം, പാമ്പുംകാവായിരിക്കാം, പാമ്പിന്റെ പുറ്റുണ്ടായിരുന്ന സ്ഥലങ്ങളായിരിക്കാം. ഇതൊരാളും അറിയില്ല. ഇതിനൊക്കെ JCB കൊണ്ടുവന്ന് അത് അടിച്ച് തട്ടൊപ്പാക്കി, അല്ലെങ്കിൽ മണ്ണിടേണ്ട സ്ഥലങ്ങളാക്കി മണ്ണിട്ട് മൂടി അവിടെ നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ച് ബംഗ്ലാവൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് എന്നുള്ളതിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള വീടോ പണിത് കൊടുത്തു. അപ്പൊ അത് കാണാൻ തിരക്കേടില്ല, നല്ല വീട്, നല്ല പരിസരം. അപ്പൊ അത് വീട്ടുകാർ മേടിച്ചു എന്ന് വിചാരിക്കാം, കാശുള്ളവൻ മേടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടിയോ സമാധാനത്തോടു കൂടിയോ സ്വസ്ഥതയോടു കൂടിയോ അവിടെ അന്തിയുറങ്ങാൻ കഴിയില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചേർച്ചയോടുകൂടി കഴിയില്ല. മക്കളുണ്ടെങ്കിൽ അവർ കല്യാണം വരെ കഴിക്കാനായിട്ട്, കല്യാണം കഴിച്ചവർക്കും ദുരിതങ്ങളാ, ഇനി കൊണ്ടുവന്ന ആളുകളാച്ചാൽ അവരും വീട്ടിൽ നിൽക്കില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് അവര് എന്താണ് വിശേഷമായി വിചാരിക്കുക. വിശേഷമായി എന്ന് കഴിഞ്ഞാൽ അതൊരു മാസമോ 2 മാസത്തില് അപ്പുറം നിൽക്കില്ല, വിട്ടുപോയിരിക്കും, അവർ അബോഷനായിരിക്കും. അപ്പൊ അത് ഈ സ്ഥലത്ത് കുറെ പ്രത്യേകതകളുണ്ട്. അത് രോഗത്തിന്റെ ഭാഗമാണെങ്കിൽ തർക്കേടില്ല, അതിനെ നമ്മൾ പറയാനായിട്ട് പറ്റില്ല. പക്ഷെ രോഗത്തിന്റെ അല്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ചില പ്രേത സാന്നിധ്യങ്ങളോ പ്രേത ദുരിതങ്ങളോ അല്ലെങ്കിൽ സർപ്പ ദുരിതങ്ങളൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ അവിടെ കിടന്നുറങ്ങാനോ ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മത്സ്യമാംസങ്ങൾ വെച്ചിട്ട് കഴിക്കാനൊന്നും ആ സ്ഥലത്ത് കഴിയില്ല. അത് ചിലര് മാംസം തോട്ടെ വെച്ച് കഴിയുമ്പോഴേക്കും വീട്ടിൽ അടിയും ഭയങ്കര ഗംഭീര കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചോളണമെന്നില്ല, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്രകാരം ഈ സ്ഥലപരമായിട്ട് കാണുന്നതായ ദുരിതങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപൂർവം ആളുകൾക്കൊക്കെ ഇതേപോലെ ഉള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവാം. പണ്ട് കാലത്ത് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, കിണറുണ്ടായിരുന്നു, കുളം ഉണ്ടായിരുന്നു, ആൽമരുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഏതെങ്കിലും കാരണവശാലും നശിച്ചു എന്ന് വിചാരിക്കാം. അത് വളരെ കാലങ്ങൾക്കപ്പുറം വീണ്ടും അതേപോലെ തന്നെ ആ സ്ഥലം വേറെ ആരും മേടിച്ചു, വീട് വെച്ചു. ചിലപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്തായിരിക്കും വീട്, കിണറുണ്ടായിരുന്ന സ്ഥലത്തോ ആ കിണറിലൊക്കെ ചില മരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിരിക്കും. കിണർ ആ സ്ഥലത്ത് തന്നെ കിണർ വരും. അതേപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ വരുമ്പോൾ പഴയ കാര്യങ്ങൾ അതിൽ കൂടി ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ മത്സ്യമാംസങ്ങള് ഉപയോഗിക്കുന്നത് അത് വലിയ കഷ്ടമായിട്ട് വരിക, അതായത് അവിടെ ഉള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നെഗറ്റീവ് ശക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരൊരുപാട് കാലം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ താമസിക്കാനും ഇടപെടാനും തുടങ്ങുമ്പോൾ നെഗറ്റീവ് ശക്തികൾ കല്ലായിട്ട് കിടന്നിരുന്ന മണ്ണായിട്ട് ജീവച്ഛമായിട്ട് കിടന്നിരുന്ന ആളുകളൊക്കെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് തുടങ്ങും. അപ്പൊ മത്സ്യമാംസങ്ങൾ പറ്റില്ല, മെൻസസ് ആയിട്ടുള്ള സംഗതികളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അവിടെ പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള സംയോഗങ്ങൾ ബന്ധങ്ങൾ അവിടെ പറ്റില്ല. അപ്പൊ അങ്ങനെ പറ്റാത്തതായ ഒരുപാട് സംഗതികളുണ്ട്. ഇനിയിപ്പോ ഈശ്വരനെ തന്നെ വിളിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുക, അതിനും കഴിയില്ല എന്ന് പറയണത്. അതിലും അതോടുകൂടി അങ്ങനെ വിട്ടുപോവാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും സമാധാനം ഉണ്ടെന്ന് വയ്ക്കുക. സമാധാനക്കേടാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് വരെ ഉപയോഗിക്കും. അത് അവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. നേരം എടുത്ത് എണീറ്റ് നോക്കുമ്പോഴോ ശരീരമൊക്കെ ആകെ ഭയങ്കര വേദനകള്, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ വിവസ്ത്രമായിട്ട് കിടക്കുക, അല്ലെങ്കിൽ ചെരിഞ്ഞോ മലർന്നോ ആകെ കിടന്നു കഴിഞ്ഞാൽ അവര് എങ്ങനെയെങ്കിലും മലർന്നിട്ടോ അങ്ങനെ കിടക്കുക. അതേപോലെ തന്നെ കിടക്കുക എന്ന് പറയണത്. ചിലരങ്ങനെ പറയാറുണ്ട് കേട്ടാ. മറ്റുള്ളവരുടെ അനുഭവമാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മൾ പറയണത്. അപ്പൊ ഇത് ഞാനായിട്ടുണ്ടാക്കുന്നതല്ല. എൻ്റെ വീഡിയോകൾ കണ്ടിരുന്ന ചില ആളുകളൊക്കെ ചില കുബുദ്ധികളൊക്കെ പറയും ഇങ്ങനെ, നിങ്ങളെ വിവരദോഷം വിളിച്ച് പറയാണ്, എന്തിനാ ഞങ്ങൾക്ക് പറയണ്, നിങ്ങൾ പൊട്ടത്തരാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ചെയ്ത് പരിചയമുള്ളതായ അതിനെ ഭേദമാക്കിയിട്ടുള്ളതായ അനുഭവങ്ങൾ പലതുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അറിയാം. ഒരു തീവണ്ടി ഓടിപ്പിക്കാനായിട്ട് അറിയില്ല, വിമാനം പറത്താൻ എനിക്കറിയില്ല, റോക്കറ്റ് വിക്ഷേപണം ചെയ്യാൻ എനിക്കറിയില്ല. അതുകൊണ്ട് റോക്കറ്റ് ഇല്ലാന്നോ വിമാനം പറത്തില്ലാന്നോ ഒന്നുമില്ലല്ലോ. അത് അതിൻ്റെതായ റൂട്ട് ലൈനൊക്കെ വേറെയാണ്. അത് അറിയുന്ന ആളുകൾ കൈകാര്യം ചെയ്യും. എനിക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ താഴ്ത്തി പറയാനായിട്ട് പാടില്ല. മറ്റുള്ള ആളുകൾക്കുള്ള അറിവ് എനിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചെറുതായാലും എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
പക്ഷേ അറിവില്ല എന്ന് കണ്ടിട്ട് അതിനെ തരം താഴ്ത്തി പറയുകയോ മോശമായി ചിത്രീകരിക്കുകയോ ഒരാളും ചെയ്യരുത്. എന്നെയും ചെയ്യരുത്, വേറെ ആളും ചെയ്യരുത്. അവർക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നതുകൊണ്ട് അവരതിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഇതിലും 10 ഇരട്ടി അറിവുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അറിവില്ലാത്തവൻ അറിവുള്ളവനെ ഉപദ്രവിക്കാനായിട്ട് ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്നത്, അവന് പല ലക്ഷ്യങ്ങളുണ്ടാവും യൂട്യൂബ് കൊണ്ട്. അപ്പൊ അതിലറിയാവുന്നത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മാന്താനായിട്ട് പലരും വരും. അപ്പോൾ അത് നമുക്കിഷ്ടമില്ലാത്ത വിഷയമാണെങ്കിൽ അത് കേൾക്കാണ്ടിരിക്കുക, കാണാതിരിക്കുക. കാരണം ആ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യത്തിന് കുറ്റം പറയാനായിട്ട് പോകുന്നില്ല. എന്നാൽ തീരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കൂല, അതാരും അതിന് കൊടുക്കില്ല. അദ്ദേഹം അറിഞ്ഞ അറിവോ അല്ലെങ്കിൽ ഞാനോ എനിക്ക് കേട്ട അറിവോ അല്ലെങ്കിൽ കണ്ട അറിവാണ് ഞാൻ പറയുന്നത്. 100% അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ മിക്കവാറും പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് അനുഭവം ഇല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്തരം സ്ഥലങ്ങളില് ഇപ്പൊ സർപ്പദോഷങ്ങളുള്ള മണ്ണാണ് എങ്കിൽ അത് ചില രാശികൾ വന്നാൽ പറയും എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിട്ട് ഒരു പൊക്കോളൂ. കാരണം അവിടെ യാതൊരു കാരണവശാലും വീട് വെച്ച് താമസിക്കാൻ പറ്റാത്ത ഒരിടമാണ്. എങ്ങനെ? മുൻകാലത്ത് അവിടെ താമസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ക്ഷേത്ര ആചാരം പ്രത്യേക സർപ്പത്തിന്റെ സാന്നിധ്യങ്ങളൊക്കെ ഉള്ളതായ സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ ദേവി ദേവന്മാരെ വെച്ച് ആരാധിച്ചിരുന്നതാണ്. അവരുടേതായ മൂർത്തിഭാവമുള്ള സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. നശിച്ചു പോയിട്ടുള്ളതാണ്. അതിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അടക്കം ചെയ്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇത് കാലങ്ങൾ അങ്ങനെ കിടന്ന് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വീടുകളിൽ മരണം നടക്കാം. അവർക്ക് ബന്ധുമിത്രാദികൾ ചിലപ്പോൾ പരിസരത്തൊന്നും ഉണ്ടാവില്ല, കുറെ അകലായിരിക്കാം. അവർക്കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഈ മരണപ്പെട്ടു പോയി ഒറ്റ ആളും ഇല്ല, അതിൽ അവസാനിപ്പിച്ചു. അവസാനത്തെ ആളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവസാനത്തെ ആളേനെ അവർ നാട്ടിലേക്ക് കൊണ്ടുപോയി, വിദേശത്തേക്ക് കൊണ്ടുപോയി. വിദേശത്താണ് അവരൊക്കെ നിൽക്കുന്നത്. ആകെ 1-2 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാളും മരിച്ചു. അപ്പൊ ഈ സ്ഥലം, അപ്പൊ ഇവിടെയാണെങ്കിലോ പല ദുരിതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമായിരിക്കാം. മരണങ്ങളോ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ഒക്കെ ഉള്ള മണ്ണായിരിക്കാം. പക്ഷെ ഇവര് നമ്മൾ അവസാനത്തെ കണ്ണികള് ഒരാൾ മരിച്ചു, ഒരാളിനെ കൊണ്ടുപോയി വിദേശത്തേക്ക് കൊണ്ടുപോയ ബന്ധുക്കള്. ഈ സ്ഥലം ഇങ്ങനെ കിടന്നിട്ട് കുറെ നാൾ കിടന്ന് കാടും പടലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ 10-25 കൊല്ലം കഴിഞ്ഞ് ഇവര് സ്ഥലം വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ആകെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടിരിക്കണു. തേക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒക്കെ മരങ്ങളൊക്കെ നല്ല മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുറിച്ച് വിറ്റാൽ തന്നെ മേടിച്ച പൈസ കിട്ടും. അങ്ങനൊക്കെ ചില ആളുകളൊക്കെ പറയും. പക്ഷേ ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് വീട് വരുന്നത്. ആ വീട് വരുമ്പോൾ മുൻകാലത്ത് എന്ത് അനുഭവിച്ചിരുന്നോ ആ അനുഭവം തന്നെയായിരിക്കും പിന്നെയുള്ളവരുണ്ടാകുക. അപ്പൊ പ്രേത ദുരിതങ്ങളൊക്കെ ഉണ്ടായി ആ സ്ഥലം അങ്ങനെ വെറുതെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ താമസമാക്കി അവിടെ പെരുമാറ്റങ്ങൾ തുടങ്ങി, അവിടെ മനുഷ്യൻ്റെതായ ചോരും അതേപോലെ തന്നെ അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികൾ എന്തായാലും ഉയർത്തെഴുന്നേൽക്കും. അത് മറ്റുള്ളവർക്ക് ഗുണങ്ങളല്ല ദോഷങ്ങൾ ചെയ്യുമോ. അവര് ചില നാഗങ്ങൾ, കരിനാഗങ്ങൾ പോലുള്ള സ്ത്രീകളൊക്കെ ആയിട്ടുള്ള സംയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല അനുഭവങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പ്രേതാത്മാക്കളായാലും ശരി, അവരിൽ പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആരോടും മിണ്ടില്ല, ദൈവത്തിനെ വിളിക്കില്ല, പള്ളിയിൽ പോവില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവില്ല, മോസ്കിൽ പോവില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടായി വരും, അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുക. ചിലവർ ചിരിക്കും, ചിലവർ കരയും. അങ്ങനെ ഒരു പ്രത്യേക ലോകത്തിലായിരിക്കും അവര്. അപ്പൊ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് പെട്ട ചിലവർക്ക് ഇവിടുന്ന് ഒരിക്കലും വിട്ടുപോവില്ല, വിടാനായിട്ട് സമ്മതിക്കില്ല. അപ്പൊ ഇത് ചിലപ്പോൾ വാടകയ്ക്കായിരിക്കാം ഇവരിയ്ക്കണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം സ്ഥലമായിരിക്കാം. ഇവിടെ ഇരിക്കാൻ പറ്റാതെ കഷ്ടങ്ങളും ദുരിതങ്ങളും ധനനാശങ്ങളും ആപത്തുകളും രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മനസ്സിലാവും, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അവിടെ താമസിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ അറിയുമ്പോൾ അവർ വേറെ സ്ഥലം വാടകയ്ക്ക് പോകാനോ അല്ലെങ്കിൽ മേടിക്കാനോ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് അവർക്ക് ഒരു കാരണവശാലും പോകാനായിട്ട് സമ്മതിക്കില്ല. ഇവിടെ ഉള്ളവരൊക്കെ ശാരീരിക, ഞാൻ പറഞ്ഞ നേരത്തെ അവരുടേതായ സംയോഗങ്ങളൊക്കെ ഉണ്ടായി, അവരുടെ അടുപ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് അത് സംസാരിച്ച് കരാറൊപ്പിക്കാൻ കഴിയില്ല. ആയാലും വേറെ പിന്നെ ഇവിടെ ഇല്ല കേട്ടോ, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവർ, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമാകില്ല. അപ്പൊ ഈ സ്ഥലത്ത് തന്നെ പരമാവധി അതിൻ്റെ അപ്പുറം ഇവിടെ തന്നെ കിടന്നിട്ട് അർഹിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിപ്പോ നാട്ടിലായാലും ശരി, വിദേശത്തായാലും പോയിട്ട് കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കിടക്കുന്നവരുണ്ട്. എല്ലാം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വിദേശത്തേക്ക് പോയിരുന്നത് ജനിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ഇപ്പോൾ സമയങ്ങളൊന്നും നോക്കിയിട്ടാവില്ല പോവുക.
ഇപ്പം നാട് വിടേണ്ട സമയങ്ങളുണ്ടായിരിക്കും. കണ്ണകശിനോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏഴരശിനോ ഒക്കെ സമയത്തൊക്കെ നാട് വിടേണ്ട, നാട് വിട്ട് വീട് വിട്ട് അല്ലെങ്കിൽ നാട് വിട്ട് മറുനാട് പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ സമയദോഷങ്ങളെ കൊണ്ട് എവിടെ ചെന്നാലും ഒരു പണി കിട്ടില്ല. തരാന്ന് പറഞ്ഞ പണി വരെ കിട്ടില്ല. അല്ലെങ്കിൽ തരാന്ന് പറഞ്ഞ ആൾ ആ വഴിക്ക് വരില്ല. അല്ലെങ്കിൽ ആ തരാന്ന് പറഞ്ഞ ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ പാസ്പോർട്ടോ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കേണ്ടയോ ഒക്കെ അവസ്ഥ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഉറക്കക്കുറവ് ധാരാളം ഉണ്ടായിരിക്കണം. മാനസികമായിട്ടുള്ള തകർച്ച, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജോലിക്ക് പ്രശ്നങ്ങൾ, മറ്റുള്ള കേസും കൂട്ടത്തിലൊക്കെ പങ്കെടുക്കേണ്ട അവസ്ഥകൾ വരിക. കാരണം അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസോ അദ്ദേഹത്തിന്റെ മേൽ തലയിരിക്കുന്നവർ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ളതായ ദുരിതങ്ങൾ വരെ ഇദ്ദേഹത്തിന് പറ്റാം. അല്ലെങ്കിൽ വെറുതെ ആളുകളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്, ഇയാൾ പോകുന്ന സമയത്ത് എന്തരാന്ന് ചോദിച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുക. അവസാനം ഇദ്ദേഹം തന്നെ പെടുന്നൊരു അവസ്ഥയും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളോ ഇത്തരം ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അതിനെ നോക്കിയറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നോക്കിയറിഞ്ഞാലും ചിലവര് അതിന് കർമ്മം ചെയ്താലും ചിലവര് ഏൽക്കാറില്ല. ചിലവരൊക്കെ ചെയ്ത സുഖമായിരിക്കും. എല്ലാവരും പറയലട്ടാ, ഞാന് എല്ലാവരും മോശക്കാരനായിട്ട് ഞാൻ പറയണതല്ല, അറിവിന്റെ ഭാഗത്ത് കൊണ്ട് പറയണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് പറഞ്ഞാൽ ചില കർമ്മികൾ കർമ്മം ചെയ്താലും ആ സ്ഥലത്തുള്ളതായ ദുരിതങ്ങളെ പറ്റി ചിലവര് ചിന്തിക്കാറില്ല, ചിലവർക്ക് അത് കാണില്ല. അപ്പൊ ഈ ദോഷങ്ങൾ പുറമെ കാണുന്നതായ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ദോഷങ്ങളെ അതിനെ തീർത്തിട്ട്, അപ്പൊ തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു കാശൊക്കെ വരും. അപ്പൊ ആ കാശൊക്കെ സംഘടിപ്പിച്ച് ഒരു കർമ്മിയുടെ അടുത്ത് ചെന്ന് ആ കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹം പറയുന്ന പോലെ കർമ്മങ്ങൾ ചെയ്തൊക്കെ വന്നാലും ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരുന്നത് ഈ പ്രേതങ്ങളിലെയും ഈ സർപ്പങ്ങളിലെയും അല്ലെങ്കിൽ ഈ മൂർത്തികളും ചാത്തനോ ചൊവ്വ കരിങ്കുട്ടിനൊക്കെ വെച്ച് ആരാധിച്ചിരുന്നു, അവരുടെ ആ കോമരവട്ടക്കാരൊക്കെ മരണപ്പെട്ടു പോയി, ഉപാസന്മാർ മരണപ്പെട്ടു പോയി എന്നിരിക്കുമ്പോ ഈ മൂർത്തികളിലൊക്കെ വെച്ചിരുന്ന കുടി വെച്ചിരുന്നതായ ഈ മണ്ണിൽ തന്നെ അവരെന്നെ ലയിച്ച് അല്ലെങ്കിൽ വീണിട്ടോ അതൊക്കെ നശിച്ചു കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പൊ ഏതെങ്കിലും ആളുകൾ അവരുടേതായ മനുഷ്യ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരിലേക്ക് വരൂ. അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം എന്ന് പറയുന്നത് ഇപ്പോ ചാത്തൻ 100 സ്ഥലത്തുണ്ടെങ്കിൽ 1000 സ്ഥലത്തോ 1,00,000 സ്ഥലത്തോ കോടി സ്ഥലത്തുണ്ടെങ്കിലും ശരി, ഒരു വീട്ടിൽ വെച്ചിട്ടുള്ളതായ ആ സ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ആ ശക്തി അതുപോലെ ഉണ്ടാവുള്ളൂ, അതപ്പുറത്തുണ്ടാവില്ല. ഒരാളെ പോലെ 7 ആളുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഒരു ശക്തി ആ കുടുംബത്തിലെ മന്ത്രമൂർത്തികൾ അല്ലെങ്കിൽ അവിടുത്തെ ഗുരുമുത്തച്ഛനോട് കൂടി ബന്ധപ്പെട്ടിട്ടേ ഇരിക്കുക. അപ്പൊ അതിനെ കൊണ്ടുവച്ചാലും അദ്ദേഹം അവിടെ വേറെ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട, വേറെ സ്ഥലത്ത് കർമ്മം കൊള്ളാനായിട്ട് നിൽക്കില്ല. അവിടെ തന്നെ അത് നശിച്ചു പോവുകയാണെങ്കിൽ അതോടുകൂടി തന്നെ കിടക്കുക. അപ്പൊ ആ നാശം ഈ അവിടെ ഉണ്ടാവണ മക്കൾക്കും ഉണ്ടാവും, ആ കുടുംബത്തിലെല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഈ ഉപാസകനോട് കൂടിയിട്ട് മരണപ്പെട്ടു വാങ്ങിയിരിക്കുക, എത്ര കാലം കഴിഞ്ഞാലും ഈ ഉപാസകനെ മോക്ഷം കിട്ടില്ല. കാരണം ഈ പ്രേതബന്ധത്തോട് കൂടിയിട്ട് ദൈവിക ബന്ധത്തോട് കൂടിയിട്ടാണ്, അതായത് മൂർത്തി ബന്ധത്തോട് കൂടിയിട്ടാണ് കിടക്കുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വിട്ടുപോകാനായിട്ട് പറ്റില്ല. അതിനൊക്കെ നോക്കിയറിഞ്ഞ് അവരുടെ ശേഷം ജില്ലാണക്കാരും മക്കളും കുടുംബ ബന്ധുക്കളൊക്കെ കൂടിയിട്ട് ദുരിതങ്ങൾ വരുമ്പോൾ ഏതാണ് ദുരിതങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളുണ്ട്, ഇന്നമാതിരി പ്രേതങ്ങളുണ്ട്, ആ പ്രേതദോഷങ്ങള് ഇന്നമാതിരി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ കോമരക്കാരും അല്ലെങ്കിൽ മറ്റു മൂർത്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതിന് രണ്ടും രണ്ടോടാക്കിയിട്ട് മൂർത്തികളെ കുടിയിരുത്തുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രേതാദികളെ കർമ്മങ്ങൾ ചെയ്ത് തിലഹോമൻ, ക്ഷേത്രപിണ്ഡം, സായുജ്യ ഇത്യാദികളൊക്കെ ചെയ്ത് മോക്ഷം കൊടുത്ത് അവരെ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമ്മളങ്ങനെ സമർപ്പിക്കുക. അങ്ങനൊക്കെ സായുജ്യം കൊടുക്കാന്നൊക്കെ പറയും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രേതം പ്രേതത്തിന്റെ വഴിക്കും ദൈവം ദൈവത്തിന്റെ വഴിക്കിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ യാതൊരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ സർപ്പങ്ങളുടെ ദോഷങ്ങൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടൊക്കെ വെക്കുമ്പോൾ ഈ സർപ്പക്കാവുണ്ടായിരുന്നത് അല്ലെങ്കിൽ പുറ്റുണ്ടായിരുന്നത് ഭാഗം ബെഡ്റൂമിലേക്കൊക്കെ ആയിട്ട് വരിക. കാരണം മുകളിലേക്ക് ഒരു അറിവുണ്ടാവില്ല, അറിഞ്ഞുകൊണ്ട് ഒരാൾ എന്തായാലും ചെയ്യില്ല അങ്ങനെ. അപ്പോൾ ആ റൂമിൽ കിടക്കുമ്പോഴാവും ശരീരത്തിലൊക്കെ ചുവച്ചിലുണ്ടാകുക, കാലിന്റെ മുട്ടിന്റെ താഴെ കണ്ടിട്ട് ഭയങ്കര വേദനയായിരിക്കും അവർക്ക്. എത്ര ചികിത്സിച്ചിട്ടും വേദന ഉണ്ടാവില്ല, ചെമിരുമൊക്കെ ടപ്പിക്കും, ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ സമാധാനമാവും, പക്ഷെ അത് ആ വേദന വിടാതെ അങ്ങനെ നിൽക്കും അവിടെ. അപ്പൊ ഈ പ്രേത ദുരിതങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിലാണ് അങ്ങനെ കാണിക്കുക. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിലും അവരും സ്വാഭാവികമായിട്ട് അകലച്ചകലയായിട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ വേണ്ടുന്ന തരത്തിൽ നോക്കിയറിഞ്ഞ് വേണ്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആയിരിക്കും. ഒപ്പം അവരുടെ ധർമ്മദൈവാദികൾ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ധർമ്മദൈവാദികളുള്ളതായ ദുരിതങ്ങൾ തീർത്ത് അവർക്ക് വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് നിവേദിതയിൽ വെച്ച് പൂജിക്കാം.
ക്രിസ്ത്യൻ സഹോദരങ്ങളോ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അവരുടെ പള്ളിയിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മകാര്യങ്ങളൊക്കെ ചെയ്യുക. ക്രിസ്ത്യൻ സഹോദരങ്ങളെ കുമ്പസാരിക്കുക, സെമിത്തേരിയിൽ പോയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒപ്പീസ് ചെല്ലുക. അതുപോലെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ ഖത്തൂത മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് കബറിടത്തിലൊക്കെ പോയിട്ട്, അതേപോലെ തന്നെ 5 നേരം നമസ്കരിക്കുക, ദിക്റ് ചെല്ലുക, നോമ്പ് ഒക്കെ വിടാതൊക്കെ എടുക്കണം എന്നൊക്കെയാണ് പറയാം അവരുടെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര കഷ്ടങ്ങളുണ്ടെങ്കിലും മാറി ഭാവിയിലേക്ക് നല്ലതായി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും. അപ്പോൾ തെറ്റല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.